നമസ്കാരം. നമ്മളെല്ലാവരും ഓരോ കാര്യങ്ങൾ പഠിക്കാറുണ്ടല്ലേ? എന്നാൽ എങ്ങനെയാണ് നമ്മൾ ഈ പഠനം എന്ന പ്രക്രിയയെ ശരിയായി മനസ്സിലാക്കുക? അതിന് നമ്മളെ സഹായിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ബ്ലൂമിന്റെ ടാക്സോണമി. ഈയൊരു വിശകലനത്തിലൂടെ നമ്മൾ എങ്ങനെയാണ് അറിവ് നേടുന്നതെന്നും അതെങ്ങനെ ഉപയോഗിക്കുന്നുവെന്നും വളരെ ലളിതമായൊന്ന് നോക്കാൻ പോവുകയാണ്. ആദ്യം തന്നെ നമുക്ക് തുടങ്ങാം. എന്താണ് ഈ ടാക്സോണമി? ഈ വാക്ക് ഒരുപക്ഷെ പലർക്കും അത്ര പരിചിതമായിരിക്കില്ല. നമുക്ക് അതിൽ നിന്ന് തന്നെ തുടങ്ങാം. വിദ്യാഭ്യാസത്തിൽ ഒരു ടാക്സ് സിസ്റ്റം ഉണ്ടോ? ഈ ചോദ്യം കേൾക്കുമ്പോൾ തന്നെ ഒരു ചിരി വരുന്നുണ്ടാകും, അല്ലേ? ബ്ലൂമിന്റെ ടാക്സോണമി എന്ന് കേൾക്കുമ്പോൾ പലരും തമാശയ്ക്ക് ചോദിക്കാറുണ്ട്, ഇതിന് ടാക്സുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന്. എന്നാൽ സത്യം അതല്ല. ടാക്സോണമി എന്ന വാക്കിന് വളരെ ലളിതമായ ഒരു അർത്ഥമേ ഉള്ളൂ: വർഗീകരണം, അതായത് തരംതിരിക്കൽ. ഇവിടെ ബെഞ്ചമിൻ ബ്ലൂം ചെയ്തതെന്താണെന്ന് വെച്ചാൽ വിദ്യാഭ്യാസപരമായ ലക്ഷ്യങ്ങളെ പല തട്ടുകളായി, പല ലെവലുകളായി തരംതിരിച്ചു. അല്ലാതെ നമ്മുടെ നികുതിയുമായി ഇതിന് ഒരു ബന്ധവുമില്ല. നിങ്ങൾക്കറിയാമോ, ബ്ലൂം ഈ ആശയം കൊണ്ടുവരുന്നതിന് മുമ്പ് പഠനം എന്നത് ഒരാളുടെ പെരുമാറ്റത്തിൽ വരുന്ന മാറ്റങ്ങളായിട്ടാണ് കണ്ടിരുന്നത്. അതായത്, ഒരാൾ പഠിച്ചോ എന്നറിയാൻ അയാളുടെ പെരുമാറ്റം നിരീക്ഷിച്ചാൽ മതിയെന്നായിരുന്നു ധാരണ. പക്ഷെ അതൊരു പരിമിതമായ കാഴ്ചപ്പാടായിരുന്നു, അല്ലേ? എന്നാൽ ബ്ലൂമിന്റെ സിദ്ധാന്തപ്രകാരം പഠനം അങ്ങനെയൊരു ഒറ്റ കാര്യമല്ല. അതിന് പ്രധാനമായും 3 വ്യത്യസ്ത മേഖലകളുണ്ട്. നമുക്കവ ഓരോന്നും എന്താണെന്ന് നോക്കാം. ഈ കാണുന്നതാണ് ആ 3 മേഖലകൾ. ഇത് ഓർക്കാനൊരു എളുപ്പവഴിയുണ്ട്: തലച്ചോറ്, ഹൃദയം, കൈകൾ. ആദ്യത്തേത് കൊഗ്നിറ്റീവ് ഡൊമെയ്ൻ. അത് നമ്മുടെ തലച്ചോറുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, അതായത് അറിവ്, ചിന്ത, ബുദ്ധി. രണ്ടാമത്തേത് അഫക്റ്റീവ് ഡൊമെയ്ൻ. അത് നമ്മുടെ ഹൃദയത്തെ പ്രതിനിധീകരിക്കുന്നു, അതായത് നമ്മുടെ വികാരങ്ങൾ, ഇഷ്ടങ്ങൾ, മനോഭാവങ്ങൾ. മൂന്നാമത്തേത് സൈക്കോമോട്ടോർ ഡൊമെയ്ൻ. അത് നമ്മുടെ കൈകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, അതായത് നമ്മൾ ചെയ്യുന്ന ശാരീരികമായ കഴിവുകൾ. തലച്ചോറ്, ഹൃദയം, കൈകൾ. സിമ്പിളല്ലേ? നമ്മളൊരു കാര്യം പഠിപ്പിക്കുമ്പോൾ അതിനൊരു ലക്ഷ്യമുണ്ടാകുമല്ലോ, അതാണ് ഒബ്ജക്റ്റീവ്. ഉദാഹരണത്തിന്, ഇന്ത്യയുടെ തലസ്ഥാനങ്ങളുടെ പേരുകൾ കുട്ടി പഠിക്കണം എന്നത് ഒരു ലക്ഷ്യമാണ്. എന്നാൽ ആ ലക്ഷ്യം കുട്ടി നേടിയോ എന്ന് നമുക്ക് എങ്ങനെ കൃത്യമായി അറിയാൻ പറ്റും? അവിടെയാണ് സ്പെസിഫിക്കേഷൻ വരുന്നത്. കുട്ടി ആ തലസ്ഥാനങ്ങളുടെ പേരുകൾ തെറ്റാതെ ഓർത്തു പറയുമ്പോൾ അത് നമുക്ക് കാണാനും കേൾക്കാനും സാധിക്കും. അതാണ് സ്പെസിഫിക്കേഷൻ, അതായത് നമുക്ക് അളക്കാൻ കഴിയുന്ന ഒരു പ്രകടനം. ഇനി നമുക്ക് വൈജ്ഞാനിക മേഖല അഥവാ കോഗ്നിറ്റീവ് ഡൊമെയ്ൻ എന്ന ആ കോണിപ്പടിയുടെ പടികൾ ഓരോന്നായി കയറിത്തുടങ്ങാം. ഏറ്റവും അടിസ്ഥാനപരമായ ചിന്താശേഷിയിൽ നിന്ന് തന്നെ തുടങ്ങാം, അല്ലേ? ഈ പഠന കോണിപ്പടിയുടെ ആദ്യത്തെ 3 പടികളാണ് ഈ കാണുന്നത്. ഒന്നാമത്തേത് അറിവ് അഥവാ നോളജ്, അതായത് കേട്ടതും വായിച്ചതുമായ കാര്യങ്ങൾ അതുപോലെ ഓർത്തെടുക്കാനുള്ള കഴിവ്. രണ്ടാമത്തേത് ഗ്രഹണം അഥവാ കോംപ്രിഹെൻഷൻ, കേട്ട കാര്യങ്ങൾ സ്വന്തം വാക്കുകളിൽ വിശദീകരിക്കാനുള്ള കഴിവ്. മൂന്നാമത്തേത് പ്രയോഗം അഥവാ ആപ്ലിക്കേഷൻ, പഠിച്ചൊരു കാര്യം പുതിയൊരു സാഹചര്യത്തിൽ ഉപയോഗിക്കാനുള്ള കഴിവ്. അപ്പോൾ ഈ അറിവ് എന്ന ആദ്യത്തെ പടിയിൽ എന്തൊക്കെ വരും? ഒന്നാലോചിച്ചു നോക്കൂ. ഒരു പുസ്തകത്തിൽ വായിച്ച കാര്യങ്ങൾ ലിസ്റ്റ് ചെയ്യുന്നത്, ഒരു വാക്കിന്റെ നിർവചനം അതേപടി പറയുന്നത്, ഒരു ചിത്രത്തിലുള്ള ആളെ തിരിച്ചറിയുന്നത്. ഇതെല്ലാം അറിവ് എന്ന ഏറ്റവും അടിസ്ഥാന തലത്തിലുള്ള കഴിവുകളാണ്. ശരി, അടിസ്ഥാനപരമായ കാര്യങ്ങൾ നമ്മൾ കണ്ടു. ഇനി നമുക്ക് ഈ കോണിപ്പടിയുടെ മുകളിലത്തെ പടികളിലേക്ക് പോകാം. ഇവിടെയാണ് കുറച്ചുകൂടി സങ്കീർണമായ ഉയർന്ന ചിന്താശേഷികൾ വരുന്നത്. അടുത്ത 3 ഉയർന്ന പടികൾ ഇവയാണ്. നാലാമത്തേത് വിശകലനം, അതായത് എനാലിസിസ്. ഒരു വലിയ കാര്യത്തെ ചെറിയ ഭാഗങ്ങളാക്കി അവ തമ്മിലുള്ള ബന്ധം കണ്ടെത്തുക. അഞ്ചാമത്തേത് സംശ്ലേഷണം അഥവാ സിന്തസിസ്, പല ഭാഗങ്ങൾ കൂട്ടിച്ചേർത്ത് പുതിയൊരെണ്ണം ഉണ്ടാക്കുക. ആറാമത്തെയും ഏറ്റവും ഉയർന്നതുമായ പടിയാണ് വിലയിരുത്തൽ, അതായത് ഇവാലുവേഷൻ. ഒരു കാര്യത്തെക്കുറിച്ച് സ്വന്തമായൊരു അഭിപ്രായമുണ്ടാക്കി അതിനെ ന്യായീകരിക്കുക. ഈ ഉയർന്ന തലത്തിലുള്ള ചിന്തകൾ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നതാണ്. ഉദാഹരണത്തിന്, 2 മൊബൈൽ ഫോണുകൾ വാങ്ങുന്നതിന് മുൻപ് അവ തമ്മിൽ താരതമ്യം ചെയ്യുന്നത് വിശകലനമാണ്. ഒരു യാത്രയ്ക്ക് പുതിയൊരു പ്ലാൻ തയ്യാറാക്കുന്നത് സംശ്ലേഷണമാണ്. ഒരു സിനിമ കണ്ടിട്ട് അത് നല്ലതാണോ മോശമാണോ എന്ന് കാരണങ്ങൾ സഹിതം ഒരു സുഹൃത്തിനോട് പറയുന്നത് വിലയിരുത്തലാണ്. കണ്ടോ? അപ്പോൾ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയമെന്താണ്? ബ്ലൂമിന്റെ ടാക്സോണമി ഒരു കോണിപ്പടി പോലെയാണ്. താഴത്തെ പടിയിൽ ചവിട്ടാതെ നേരെ മുകളിലത്തെ പടിയിലേക്ക് ചാടിക്കയറാൻ പറ്റില്ല. അതായത്, ഒരു വിഷയത്തെക്കുറിച്ച് അടിസ്ഥാന അറിവില്ലാതെ അതിനെ വിശകലനം ചെയ്യാനോ വിലയിരുത്താനോ നമുക്ക് സാധിക്കില്ല.
ലളിതമായതിൽ നിന്ന് തുടങ്ങി സങ്കീർണമായതിലേക്ക് പോകുന്നു. അതാണിതിന്റെ ക്രമം. ഇതുവരെ നമ്മൾ സംസാരിച്ചത് തലച്ചോറിന്റെ കാര്യമാണ്, അതായത് കോഗ്നിറ്റീവ് ഡൊമെയ്ൻ. ഇനി നമുക്ക് ഹൃദയത്തിന്റെയും കൈകളുടെയും മേഖലകളിലേക്ക്, അതായത് മറ്റു 2 ഡൊമെയ്നുകളിലേക്ക് പെട്ടെന്നൊന്ന് കണ്ണോടിക്കാം. അഫക്റ്റീവ് ഡൊമെയ്ൻ നമ്മുടെ വികാരങ്ങൾ, താൽപ്പര്യങ്ങൾ, മനോഭാവങ്ങൾ, മൂല്യങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഉദാഹരണത്തിന്, പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യം വെറുതെ കേൾക്കുന്നത് മുതൽ ആ ആശയം പൂർണ്ണമായും ഉൾക്കൊണ്ട് അതിനുവേണ്ടി പ്രവർത്തിച്ച് അത് നമ്മുടെ ജീവിതത്തിന്റെ തന്നെ ഭാഗമാക്കി മാറ്റുന്നതുവരെ ഈ മേഖലയിൽ വരുന്നു. അവസാനത്തേത് സൈക്കോമോട്ടോർ ഡൊമെയ്ൻ. ഇത് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. നമ്മൾ പരിശീലനത്തിലൂടെ നേടുന്ന എല്ലാ ശാരീരിക കഴിവുകളും ഇതിൽ വരും. ഒരു കുട്ടി പെൻസിൽ പിടിക്കാൻ പഠിക്കുന്നത് മുതൽ സൈക്കിൾ ഓടിക്കുന്നതും നീന്തുന്നതും ഒരു സംഗീതോപകരണം വായിക്കുന്നതും ഡ്രൈവ് ചെയ്യുന്നതുമെല്ലാം ഇതിന് മികച്ച ഉദാഹരണങ്ങളാണ്. 1950കളിലാണ് ബ്ലൂം ഈ ആശയം മുന്നോട്ടുവച്ചത്. പഠനത്തെ മനസ്സിലാക്കാൻ ഇത് നമ്മളെ ഒരുപാട് സഹായിച്ചിട്ടുണ്ടെന്നതിൽ ഒരു സംശയവുമില്ല. എന്നാൽ കാലം ഒരുപാട് മാറിയില്ലേ? അപ്പോൾ നമ്മുടെ ധാരണകളും മാറേണ്ടതല്ലേ? ബ്ലൂമിന്റെ ഈ സിദ്ധാന്തം തന്നെയാണോ ഇന്നത്തെ കാലത്തെ അവസാന വാക്ക്? അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു പ്രധാന ചോദ്യം ഇതാണ്: പതിറ്റാണ്ടുകൾക്ക് ശേഷം ബ്ലൂമിന്റെ ഈ വർഗീകരണം ഇപ്പോഴും പൂർണ്ണമാണോ? ഈ ഡിജിറ്റൽ യുഗത്തിൽ ഇതിന് മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ? ഒരുപക്ഷേ ഈ കോണിപ്പടിക്ക് പുതിയ പടികൾ ആരെങ്കിലും കൂട്ടിച്ചേർത്തിട്ടുണ്ടാവാം. ഇതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് അറിയിക്കുകയും ചെയ്യുക. നന്ദി.